എന്താണ് ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെ സ്നേഹിച്ചിട്ടാണ് നീ വിട്ടളഞ്ഞ് മരമണ്ടൻ? അതിന് ഞാൻ ഈ വീട് ഇപ്പോഴല്ലേ കാണുന്നേ. വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് അയച്ചുതരാൻ പറഞ്ഞാൽ പോരാ? അവളെ തിരികെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഓ ശരിയാണ്. ഡയലോഗ് അടിക്കല്ലേ. എന്നാ വരിക ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പൊട്ടിച്ചു തുടങ്ങിട്ടോ. മധുരവെപ്പിന് സമയായി. നീ വന്നേ. മധുരമൊക്കെ ഇവിടെ കെട്ടിയോ നാളെ കൊടുത്തോളൂ. ഇച്ച അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വാ മെസ്സേജ് ചെയ്യില്ല, ഞാനങ്ങ് വന്നേക്കാം. ഓക്കെ പൊട്ടിക്ക്. ഹലോ നമസ്തേ. പോപ്പുലർ റേഡിയോ ജോക്കീസ് ജെറി ആൻഡ് മാധവ്. ഹലോ മൈ ഫ്രണ്ട്സ്. ഇതാബു, ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ്. ഹലോ. പ്യൂൺ. എന്നാ? ഓഫീസിലെ പ്യൂണാണ്. പക്ഷെ ശമ്പളം കൂടി എനിക്ക് ഇവരെക്കാളും അല്ലേ? ഫോട്ടോ താങ്ക് യു. ഇപ്പൊ തന്നെ പൊട്ടിക്കാലോ. പൊട്ടിക്കാൻ പോലെ ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ പൊട്ടിക്കാൻ പറഞ്ഞു. അടുത്ത ഫ്രണ്ട്സ് വരുന്ന ഗിഫ്റ്റ് അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കണ്ടേ? പിന്നല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫാൻ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഗിഫ്റ്റ് പറഞ്ഞു പോകും. ഞാൻ പുറത്തേക്കട്ടെ? നല്ലോണം വിടു. അയ്യോ പണി കിട്ടിയോ? ഇതാ ജെറി മാധവന്മാരുടെ സമ്മാനം. സാധാരണ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ പോയിട്ടില്ല പൊട്ടിക്കാറുള്ളൂ. നല്ലല്ലേ? കൊള്ളാം. മോളെ മധുരമപ്പിന് സമയമായി, നീ അങ്ങോട്ട് ചെന്നേ. ഇച്ചായ എന്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഗിഫ്റ്റ് കണ്ടോ? ഇവളുടെ ഒരു കാര്യം എടി, മുട്ടുസൂചിയാണെങ്കിലും സമ്മാനം തന്നെ. ഇവര് ഹലോ ഫാമിലി ആർജേസാ. ജെറി, മാധവ്. ഹലോ അബു. ഹലോ. ഇതെന്റെ ഇച്ചായ ടോമി ചായ, യുഎസിലാ. ഞങ്ങള് ഏറ്റവും അടുത്ത ആളുകൾ കൂടി ഇപ്പോ ഗിഫ്റ്റ്സിലധികം സ്പെൻഡ് ചെയ്യുന്നില്ല. ഹലോ എഫ് ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഒരു ആമനക്കുട്ടി, അതിന്റെ ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആണോ? വളരെ നല്ല കാര്യം. എന്നാൽ ഞങ്ങളും തരുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ. കൈയോടെ ചെക്ക് കൊടുത്തേ. ഇവിടെയും ചെക്ക്. പപ്പു വന്നു. ഓ അവര് വന്നു കേട്ടോ. അല്ല, ആരെയാ അപ്പു? അപ്പു അല്ല, പപ്പു, എന്റെ കല്യാണച്ചക്കന. നല്ല കലക്കം പേരാട്ടോ. ഇനീഷ്യൽ ഉണ്ടോ? നമസ്കാരം. വന്നാട്ടെ. ഏതായാലും സംഗതി ഓക്കെ. എനിക്ക് അതൊരു നിർബന്ധമായിരുന്നു. എന്നതാ ഈ നെക്ലസ് ഇട്ട് വേണം എന്റെ വുഡ്ബി നാളെ പള്ളിയിലെത്താൻ. ഞാൻ ജ്വല്ലറിയിൽ വിളിച്ചു പറഞ്ഞു, എത്ര പണിക്കാരെ വേണമെങ്കിലും എടുത്തിക്കോ, നാളെ വൈകുന്നേരത്തേക്കുള്ളിൽ സംഗതി കിട്ടണം. കസ്റ്റം മേഡല്ലോ. വന്നാട്ടെ, എല്ലാരും വെയിറ്റിംഗ്. പ്ലീസ് കം. ഹായ് അന്ന. ഓക്കേ, ദിസ് ഈസ് ഫോർ യു. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്കിൽ പറ, എത്ര വില വരും? അങ്ങനെ ചോദിച്ചാ അറിയത്തില്ല. എന്നാലും ഒരു ഗസ്. ഇല്ല, എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഊഹിക്കാവോ? തനിക്ക് പറ്റുമോ? എനിക്ക് വാങ്ങിച്ചില്ല, വെച്ചേശുള്ളൂ. പണയം വെച്ചേ 10,200 കിട്ടും. 2 ലക്ഷം. നോ. 2.5. ഒരു 3 വരും. വെച്ചേക്കുന്നു. ഇതിനെ 4,32,15,000 ഞാൻ ബാർഗൈൻ ചെയ്തു. അവസാനം എന്നതാ 25 ഡിസ്കൗണ്ട് ചെയ്തു. ഞാൻ നമ്മുടെ കുരിയച്ചനെ കൊണ്ട്, നമ്മുടെ കുരിയച്ചനെ MLA വിളിച്ചു പറയിച്ചു. പിന്നെ എന്നാന്ന് വെച്ചാ എപ്പ കൊണ്ട് വിറ്റാലും കൊടുക്കുന്ന ദിവസത്തെ മാർക്കറ്റ് വില കിട്ടും. എന്റെ അച്ചായ, നമ്മൾ ഈ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ സാധനം മാർക്കറ്റിൽ കൊടുത്താൽ കിട്ടും. ഒന്നും കേട്ടില്ല. എന്നതാ? ഇവരെന്റെ ഫ്രണ്ട്സാ, ജെറി മാധവ്. അബു. അബു, ജെറി, മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. Nice to meet you. എന്നിട്ട് താടിയൊന്നും കാണാനല്ല. കൊണ്ടുവന്നില്ല. അത് നന്നായി. എന്ത് ചെയ്യുന്നു? ഞങ്ങൾ FM-ൽ ആർജേസ്. ശമ്പളമൊക്കെ എങ്ങനെ? മാസത്തിൽ ഒരു 4 വെച്ച് കിട്ടും അല്ലേ? ആക്ച്വലി ഞങ്ങൾ ഹലോ എഫ്എമ്മിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റേസിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ആമനക്കുട്ടിയുടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട്. ഞാനും കേട്ടിരുന്നു FM-ൽ എപ്പോഴും. നിങ്ങളായിരുന്നല്ലേ? അതെ. അപ്പൊ ഇച്ചാൻ ഞങ്ങൾക്ക് കുറച്ച് ഫണ്ട് തന്ന് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ എന്തെങ്കിലും നല്ല ഡൊണേഷൻ തരണം. അങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം ഞങ്ങൾ FM-ൽ ആഘോഷിക്കും. അതെ, അതിപ്പം എത്ര ഹൈ കൊണ്ടാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കും. ഈ പറയുന്ന ആമനക്കുട്ടിക്ക് എത്ര വയസ്സായി? 4 വയസ്സ്. അയ്യോ, എങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ല, നിങ്ങൾ എത്ര പിരിച്ചെടുക്കുന്നത്? 15 lakhs. അയ്യോ, എങ്കിൽ 15 പോക്കാ. ഉറപ്പില്ലല്ലോ. എന്റെ ബൂ, ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ റിട്ടേൺസ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇത് സിറ്റി മോളിൽ. ഇതിന്റെ വില എത്രയെന്നറിയോ? അജയ, 12,000 rupees. ഈ സിറ്റി മോളിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഒരു വലിയ ബിസിനസ് ഡീൽ ഉണ്ടേ. മനസ്സമ്മതത്തിലിട്ട് ഇറങ്ങ
വില എത്രയാണെന്നറിയോ? പറ പറ. അതെ, പുറത്തെന്റെ ഫ്രണ്ട്സ് താടിക്കാരനെ അല്ല പയ്യനെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വില അല്ല നമുക്ക് പിന്നെ സംസാരിക്കാം. വാ. പോയിട്ട് വരൂ പ്ലീസ്. ഏതാടി പതൂര്? താടി വരുന്നതിന് മുമ്പ് പോവാ. ഏയ്, അവിടെ ഞാൻ എന്ന് ഇതേപോലത്തെ പറഞ്ഞ് ഉള്ള കഴിഞ്ഞാൽ സാധനങ്ങൾ എന്ത് പ്രശ്നം വന്നു I have കഴിഞ്ഞാൽ ദേ നോക്കിയേ, സ്കോച്ചിന്റെ വില പറയണണ്ട. ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവന്റെ വിചാരം നമ്മളൊരു പൈസ കണ്ടിട്ടില്ലെന്നാണ്. ഇവനൊക്കെ ഉണ്ടല്ലോ അട്ടിച്ച് അവന്റെ അണപ്പല്ല് പുറത്തെടുക്കണം. ലോകത്തുള്ള ഒരു പെണ്ണിനും ഇവനെ പോലത്തെ ഒരു കൊരങ്ങനെ കെട്ടേണ്ട ഗതികേടുണ്ടാവരുത്. എത്ര പൈസ ഉള്ളവനാണെങ്കിലും എന്റെ പെങ്ങളെ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ ഇവനാണെങ്കിൽ ഞാൻ കൊടുക്കൂല. കൊടുക്കരുത്. കുറച്ചേരം കൂടി അവൻ അവിടെ നിൽക്കണമെങ്കിൽ ഇട്ടിരിക്കുന്ന ഷഡ്ഡിയുടെ വില എത്ര അവൻ ചോദിച്ചാൽ ഷഡ്ഡി കാണിക്കും. ഷഡ്ഡി കാണിക്കും. അവള് കേൾക്കും, പ്ലീസ് പ്ലീസ്. കേക്കട്ടെ. നമുക്കെന്താ കണ്ണ് കാണാൻ പാടില്ലേ? കാത് കേൾക്കാൻ പറ്റണല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ ആമിനെ കുട്ടീനെ കുറിച്ച് പറഞ്ഞ കേട്ടോ. എടാ അതൊക്കെ ശരിയാ, പക്ഷെ നമ്മൾ കൊരങ്ങൻ. അവനെ മനുഷ്യന്റെ എന്തെങ്കിലും ലക്ഷണം ഉണ്ടോ? നോക്കിയ നീ നോക്കി നോക്ക് നീ കാട്ടുമാക്ക. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയുന്നു. ശരിയല്ലേ? ശരിയാണ്. അതെ, സാധാരണ നമ്മൾ മുമ്പ് പ്രേമിച്ച പെണ്ണ് നമ്മളേലും ഗതികെട്ട ഒരുത്തൻ്റെ കൂടെ പോകുമ്പോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ? ഇല്ലേ? അതെ. ആ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇവനെ പോലത്തെ ഒരു മണ ഉണാഞ്ചന ആ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഞാൻ കൊടുക്കില്ല. ഞാൻ ഒരിക്കലും കൊടുക്കില്ലടാ. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഇവനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ എന്തൊക്കെയോ മാർഗം ആലോചിച്ചിരിക്കുന്ന പോലെ. നിനക്ക് തോന്നിയോ അങ്ങനെ? എനിക്ക് തോന്നി. എനിക്ക് തോന്നി. ആ നമ്മുടെ കുമിളിയിലെ പ്ലാന്റർ തോമാച്ചായന്റെ മോളുടെ പ്രപ്പോസൽ വന്നിങ്ങനെ ബ്രിമ്മി നിൽക്കുമ്പോഴാ നമ്മുടെ ഈ അന്നക്കൊച്ചിന്റെ ആലോചന എനിക്ക് വരുന്നത്. തോമാച്ചായന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാമേ? ഊട്ടിയിൽ 150 ഏക്കർ തേയില, കൊടകിൽ അതുപോലെ കാപ്പി, വയനാട്ടിൽ ഏലം. അങ്ങനെ എന്നാ എന്നാലും ഉള്ള പറയാലോ, അയാൾ ഫ്രോഡാ. എനിക്കയാളെ വിശ്വാസമില്ല. എനിക്ക് അച്ചായനാ വിശ്വാസം. കേട്ടോ എന്നെ കുട്ടി? നൗ ഐ എം വെരി ഹാപ്പി. അന്ന ഒന്ന് വരും. അന്ന നിനക്കിത് എന്താ പറ്റിയേ? എനിക്കെന്ത് പറ്റാൻ? എടിയ താടിക്കാരൻ കിഴങ്ങന്റെ ക്യാരക്ടറും മനസ്സിലാക്കിയിട്ടാണ് നീ കല്യാണം സമ്മതിച്ചത്. അതോ നിന്നെ ആരെങ്കിലും പെടുത്തിയതാണ് അയാളുടെ സ്വത്തും പണോ കണ്ടിട്ട്? ജെറി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് അയാൾ നിനക്കൊരു അബ്സല്യൂട്ട് മിസ്മാച്ച് ആണ്. ഇറ്റ്സ് നോട്ട് യുവർ ബിസിനസ് ജെറി. ഇറ്റ്സ് നോട്ട് മൈ ബിസിനസ്, ഐ നോ ദാറ്റ്. പക്ഷെ എന്നാ നമ്മൾ കുറെ കാലം അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? എനിക്ക് നിന്റെ ക്യാരക്ടർ എന്താണെന്ന്, നീ എന്താണെന്ന്, നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു നീ ഒരു മോശം ലൈഫിലേക്കല്ല ഒരു വൻ ദുരന്തത്തിലേക്ക് പോകുമ്പോൾ. പിന്നെ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്താ അറിയും, നിന്റെ ഇച്ഛായനം പെട്ടിരിക്കുക. ഇത് നിന്റെ ലൈഫാണ്. നിനക്കിഷ്ടമുള്ള നിന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ അല്ലേ നീ ജീവിക്കണ്ടേ? പിന്നെന്തിനാ അന്ന് പിരിഞ്ഞ്? അത് ഒന്നിക്കാൻ, ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒന്നിക്കാൻ, ആ പെരട്ട താടിക്കാരനെയും നിന്നെ രക്ഷിക്കാം. അന്ന ഇതിന്റെ കോൺസിക്വൻസസ് ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. നീ എന്നോട് വരുമോന്നല്ല, നീ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ചിക്കൻ പൊരിച്ചിട്ടാൻ കറി വെച്ചാൽ ഓ ഉറപ്പാ. അല്ലെങ്കിൽ തിന്നില്ലായിരിക്കും. കൊള്ളാട്ടാ. എടാ ഞാൻ ഒരു മൂന്നാമത് ചോദിച്ചാൽ തരുമോ? നെയ്മീൻ ഫ്രൈ തീർന്നിട്ടാ. ഇനി എന്നോട് ചോദിക്കാൻ പറയാൻ നിൽക്കരുത്. വെജ് കുടിക്കാത്ത. ഓ നീ കഴിക്കണല്ലേ? കഴിക്കടാ. നല്ല ചിക്കനാണ് ട്ടാ. നിനക്ക് ഫ്രൈഡ് റൈസ് ഇഷ്ടമില്ലേ? എടാ അവള് വരാൻ സമ്മതിച്ചു. ആര്? അന്ന വരാൻ സമ്മതിച്ചു. ഇങ്ങോട്ട് ഓടാ. തമാശയാണോ? അവളെന്റെ കൂടെ വരാൻ സമ്മതിച്ചു. അത് അടിക്കാനുണ്ടോ കൂടെ? നീ ഒരു മേൽ തമാശ കളിക്കരുത്. അവളെന്റെ കൂടെ വരാൻ സമ്മതിച്ചു. നീയൊക്കെ കൂടെ മൂപ്പിച്ചിട്ടാണ് ഞാൻ അവളെ പോയി വിളിച്ചത്. അവളിപ്പോ എന്റെ കൂടെ വരാന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ വെറുതെ ലോകതത്വം പറഞ്ഞല്ലേ, നീ സീരിയസ് ആയിട്ടാ? ലോകതത്വം ഇതുമാതിരി പൂക്കൃത്തരം കാണിക്കരുത്. മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നു ഞാൻ പോയി വിളിച്ചോണ്ട് വരാൻ പോകും. ഈ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള പറയാലോ, എനിക്ക് ഈ മലയാളിയാണെന്ന് പറയാനേ ഇഷ്ടമല്ല. ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ തന്നെ പൊട്ടിച്ചു നോക്കും. വെറുതെ നാണം കിട്ടുമോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ. ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുക ഞാനിപ്പോ ചെയ്യുന്നത്. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോ, വേഗം വാ. നമ്മളെ ഇവളെ കൊണ്ടുപോകണം, ഇവള് നമ്മളെ കൊണ്ടുപോകണം.
ഒരു കാര്യം ചെയ്യാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം. നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ തൊഴിയോ വാ സൂക്ഷിച്ച്. വാ വാ ആ നേരെ പൊക്കോ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നടക്കാറിങ്ങിയെന്ന് പറഞ്ഞാൽ മായിട്ടാ. അല്ല നമുക്ക് നാളെ പള്ളിയിൽ കാണണം. എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ അച്ഛൻ വന്നേ. എന്നാടി എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ അന്നേ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? അയ്യോ ഒച്ച വെക്കാതെ. എന്നാ ടോമിച്ചായ പ്രശ്നം? ഏയ് പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഇച്ചായ ഈ വീട് മുഴുവൻ ഞാൻ നോക്കി. അന്നെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ ഇനി എന്നെ ചെയ്യാ? ചതിച്ചോ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. സോറി. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. അയ്യോ ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയഭരിതമാക്കുവാൻ. അജയോ ആ ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാൻ. ടോമിച്ചായ ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി.